ഇനി ഒറിജിനൽ കല്യാണം 20ാമത്തെ വയസ്സിലായിരുന്നു കല്യാണം. കെട്ടി. അത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പ്രണയത്തിന്റെ ബസ് സ്റ്റോപ്പിലൊന്നും ആരും കണ്ടില്ല? ഇല്ല. കാരണം ഏകദേശം ഒരു 10-37 പെണ്ണുങ്ങളോളം ചെന്ന് നോക്കിയിട്ടാണ് ഒരു പെണ്ണ് ഉറക്കുന്നത്. അത് പെൺകുട്ടികൾക്ക് താങ്കളെ ഇഷ്ടപ്പെട്ടില്ലേ, താങ്കൾക്ക് പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ടില്ല? അന്നത്തെ കോലം എന്നെ ഇഷ്ടമല്ല. പിന്നെ അത്യാവശ്യം നാട്ടില് ചീത്തപ്പേരൊക്കെ ആയാലും അന്നത്തെ ഒരു സാഹചര്യം എന്താന്ന് വെച്ചാൽ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ പറക്കുന്ന കാക്കയോടടക്കം അന്വേഷിക്കും ആ സമയത്ത്. പക്ഷെ എന്റെ ഭാര്യ വീട്ടുകാര് പാവം, എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഞങ്ങളൊരു പള്ളി സെക്രട്ടറി ഉണ്ട്, അബ്ദുമാഷ് എന്നാ പറയാ. അദ്ദേഹം ആരെ കുറിച്ച് മോശം പറയില്ല. അദ്ദേഹത്തോടാണ് അന്വേഷിച്ചേ. അയാളെന്നെ കുറിച്ച് നല്ല അബ്ദുമാഷിനെ വരെ ആരെ കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഈ കൈമുറിച്ചതൊക്കെ ശരിക്കും ലവർ അറിഞ്ഞിരുന്നോ, കാമുകി അറിഞ്ഞിരുന്നു? എന്തായിരുന്നു റിയാക്ഷൻ? അവരും ഇതുപോലെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ഓ അത് ശരി, നമ്മൾ അറിഞ്ഞിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ കലാകൃതയുള്ളവരാ. ഓക്കെ, അപ്പൊ കല്യാണം കഴിച്ചു, ഭാര്യ വീട്ടിൽ വന്നു. ഭാര്യയോട് ഈ പ്രണയത്തെ കുറിച്ചൊക്കെ പറഞ്ഞു? ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞു മാനസികമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്നത്തെ ഒരു ദിവസം ക്ഷമിക്കണമെങ്കിൽ നാളെ രാവിലെ ഞാൻ ഗുജറാത്തിലേക്ക് പോയിക്കൊള്ളാന്നായിരുന്നു. കാരണം എനിക്ക് പോവാനുള്ള സ്ഥലം ഗുജറാത്താണല്ലോ. അപ്പോ എന്നോട് പറഞ്ഞ് ഞാൻ മാറ്റിയെടുത്തോളാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് കല്യാണം കഴിഞ്ഞ് എന്റെ പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ രാവിലെ തന്നെ ഒന്ന് വീട്ടിലേക്ക് ഉമ്മാനെ കാണണം പറഞ്ഞിട്ട് പോവാ, എന്നിട്ട് വല്ല മുങ്ങാന്നുള്ള പരിപാടിയായിരുന്നു. അപ്പൊ ഞാൻ 6 മണിക്ക് തന്നെ പറഞ്ഞു. ഈ കല്യാണം കഴിക്കാൻ പോകുന്നുള്ളത് മുൻ കാമുകി അറിഞ്ഞു? ഞങ്ങൾ തൊട്ടടുത്തല്ല, അവരുടെ വീട്ടിലും കല്യാണം. അവര് പെർമിറ്റ് ചെയ്തോ? അവരോട് പിന്നീട് എനിക്ക് കുറച്ചു കാലം സംസാരിക്കാൻ, ഞങ്ങൾ സംസാരം വളരെ കുറവായിരുന്നു, വെറും കത്തിലൂടെ. പിന്നെ ഞങ്ങൾക്ക് ആ കത്ത് സംസാരിക്കാൻ പറ്റില്ല, കമ്മ്യൂണിക്കേഷൻ പോയി. ഇല്ല, അവരുടെ ഉപ്പ അവർക്ക് വിഷമമുണ്ടോ സന്തോഷമാണോ? ചിലപ്പോൾ സന്തോഷിച്ചിട്ടുണ്ടാവും. ഇല്ല, അവള് നല്ല കുട്ടിയായിരുന്നു. പിന്നെ അവരെ വീട്ടുകാരെ നമ്മൾ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഏതൊരു മാതാപിതാക്കളും അവരുടെ നല്ല ജീവിതം കിട്ടാനല്ല ആഗ്രഹിക്കുക. അവിടെ സാമ്പത്തികം വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോ എന്റെ ഭാര്യയോട് ഇതെല്ലാം തുറന്നു പറഞ്ഞു. ഞാൻ അപ്പൊ ഭാര്യനെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അളിയൻ എന്റെ ഭാര്യയുടെ ആങ്ങളെയും കൂടി വണ്ടിമ്മ കയറി കുത്തിരുന്നു. അപ്പൊ എന്റെ ആ പ്ലാൻ തെറ്റി. എനിക്ക് മുങ്ങുക എന്നുള്ള പ്ലാൻ അവിടെ സത്യത്തിൽ അന്നത്തെ അതായിരുന്നു. ഇതൊക്കെ എന്റെ വൈഫിനെ അറിയാട്ടോ, എന്റെ മകൻക്കും അറിയാം. ഇതൊക്കെ ഞാൻ പറഞ്ഞു. മോനും അറിയാമോ? അയ്യോ, ഞാൻ മോൻ ഇവിടെ ഇരിക്കുന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നു. ഇല്ല, ഏറ്റവും നല്ല കൂട്ടുകാരൻ. അവനോട് ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെ ഷെയർ ചെയ്യും. താങ്ക് യു മോനെ, ഇങ്ങനെയുള്ള മക്കളാണ് നമ്മുടെ നാടിന്റെ സമ്പത്ത്. അപ്പൊ പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ പിതാവിനെ അനുകരിക്കാൻ ശ്രമിച്ചാൽ പിതാവിന്റെ അവസ്ഥ എന്തായിരിക്കും? അവന്റെ കാലി ഞാൻ വിട്ടും എന്ന് പറഞ്ഞില്ല. ഞാൻ പറയില്ല. അവർക്ക് അതെല്ലാം അവരുടെ ഇഷ്ടത്തിന് വിടും. എനിക്ക് നേടാൻ കഴിയാത്തതൊക്കെ അവര് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോ വൈഫിനോട് ഇത് പറഞ്ഞു. വൈകിട്ട് വൈഫിനുമായിട്ട് വന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ ഈ കുട്ടിയെ കാണാനാ പോയത്. അവിടെ അടുത്ത് തന്നെ ഞാൻ കളിക്കാൻ പോയിരുന്നു ഒക്കെ. പക്ഷെ മാനസികമായിട്ട് ഞാൻ അതിനോട് പൊരുത്തപ്പെടാൻ എന്റെ സിനാനാവേണ്ട ആ ഒരു സമയം എടുത്തു എന്നുള്ള സത്യത്തില്. പക്ഷെ എന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, എനിക്കൊരു നല്ല ഭർത്താവാനൊന്നും പറ്റിയില്ല, പക്ഷെ എനിക്കൊരു നല്ല ഭാര്യയുടെ ഭർത്താവാൻ കഴിഞ്ഞു. അത് തന്നെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. താങ്കൾ ഈ കുറച്ചു കാലം കൂടി സൗരം തുറന്ന കാരണം അതിന് കിട്ടിയ ദാമ്പത്യം പ്രശ്നമായി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? ഇല്ല, അവർക്ക് കിട്ടിയ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അവരും സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സലിം കൊടുത്തു. ഓക്കെ, താങ്കൾ LED സ്ക്രീനിലേക്ക് നോക്കിയാൽ താങ്കൾക്ക് ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. അതിനുശേഷം ചോദിക്കാം. ഫോട്ടോ കണ്ടല്ലോ? കണ്ടു കൂട്ടേട്ടാ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, അതെ. താങ്കൾക്ക് ഈ ആനയുമായി പറയാൻ ഒരു കഥയുണ്ടാകും. എന്താണാവത്? തലയെടുപ്പുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുമായി താങ്കൾക്കുള്ള അടുപ്പം വല്ലാത്തൊരു കഥയാണ്. ഏകദേശം കോവിഡിന്റെ മുന്നേ 2019 ഞങ്ങളെ നാട്ടിലെ നൂനക്കടവ് നേർച്ച എന്ന് പറയുന്ന നേർച്ചയുണ്ട്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ വലിയ തലപ്പൊക്കുള്ള ആനകളെയും കൊണ്ട് ഞങ്ങളെ നാട്ടിലെ ഭയങ്കര ആനപ്രേമിയാണ്. അപ്പൊ അവിടെ ഫെസ്റ്റിന് ഓരോ ക്ലബ്ബുകളും ഒരാള് വലിയ തെച്ചിക്കോടിന് വിടുന്ന ഒരാള് പാർത്തന കൊണ്ടും അങ്ങനെയൊക്കെ മംഗലാകുന്ന അയ്യപ്പ ഇവർക്കൊക്കെ ഭയങ്കര ഫാൻസാണ് ഞങ്ങളെ നാട്ടില്. അപ്പൊ ഞാനും ഭയങ്കര ആനപ്രേമിയായിരുന്നു. ഞങ്ങളെ നാട്ടിലെ ഒരു നേർച്ചയില് തെച്ചിക്കോട്ടുകാവ് ഇടഞ്ഞു. അപ്പൊ ഞങ്ങള് കൊടുത്തിട്ടുള്ള വേറെ അന്ന് കർണനാണ് ഞങ്ങളെ ക്ലബ്ബ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ വേറെ ക്ലബ്ബാണ് തെച്ചിക്കോട്ട് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് പിറ്റേ ദിവസം കാലത്ത് തലശ്ശേരിയിൽ ഒരു ഉദ്ഘാടനം ഉണ്ടായി. അപ്പൊ ഞാൻ നേർച്ചയുടെ ഇടയിൽ തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പക്ഷേ അതിലിടക്കൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്നു, ഞങ്ങളെ താസ് എന്ന് പറയുന്ന ഞങ്ങളെ ക്ലബ്ബുണ്ട്, ആ ക്ലബിൻ്റെ ജേഴ്സി ഉണ്ടായിരുന്നു, ഒരു റിഫ്ലക്റ്റുള്ള ജേഴ്സി ആയിരുന്നു. അപ്പം എനിക്ക് തോന്നി എന്തെങ്കിലും ഞാനെങ്ങാനും ഇതായിട്ട് ഇതിൽ പെടണ്ടെന്ന് തോന്നി. എനിക്ക് മനസ്സങ്ങനെ പറയുക. ഞാൻ പോയി ആ ജേഴ്സി മാറ്റിയിട്ട് ഒരു ബ്ലൂ ടീഷർട്ട് ഇടുന്നു. പിന്നെ എനിക്ക് പറഞ്ഞ് ഞാനേറ്റ് ഇടഞ്ഞാലോ അപ്പോൾ ഓടാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് മുണ്ട് മാറ്റി രണ്ടാമത് വീട്ടിൽ പോയിട്ട് മുണ്ട് മാറ്റി ഞാനൊരു ട്രാക്ക് ഇടുന്നു. പിന്നീട് ഇനി മൊബൈൽ മിസ്സായാലും തോന്നി 3-ാം തവണ. അതിങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതും കൊണ്ടുവച്ച് തിരിച്ചു വന്നു.
വീണ്ടും ആനയുടെ ഒപ്പം ജോയിൻ ചെയ്തു. ആ സമയത്താണ് സെൻട്രലിൽ ഈ തെച്ചിക്കാവ് തല പൊക്കിയിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അതറ പൊക്കി. അപ്പോൾ റമീസ് എന്നെ നിർബന്ധിക്കണം, മതി നമുക്ക് പോകേണ്ട തലശ്ശേരി എത്തേണ്ടതെന്ന്. അങ്ങനെ ഞാൻ തെച്ചിക്കാവിൻ്റെ ഒപ്പം നടക്കുകയാണ്, തെച്ചിക്കോട്ടിൻ്റെ ഒപ്പം. ഈ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് 1 മണി കഴിഞ്ഞു. 1 മണി വരെ അവിടെ പെർമിഷനുള്ളൂ. അപ്പോൾ ആനപ്പാപ്പൻ പെട്ടെന്ന് ആനനെ നടക്കാൻ വേണ്ടിയിട്ട് കുത്തിയപാട ആന ഇടഞ്ഞു. ഞാൻ ഈ ആനയുടെ ഫ്രണ്ടിൽ പെട്ടെന്ന് ആളുകൾ ചെതറി ഓടുന്ന സമയത്ത് ഞാൻ ഒരു ഇത്ര ദൂരം ഓടുമ്പോഴത്തേന് എൻ്റെ ലിഗമെന്റ് പൊട്ടിയിട്ട് വീണോ? ഞാൻ വീണുപോയി മുന്നില്. തെച്ചിക്കാട്ട് സെക്കൻഡിന്റെ ഉള്ളിൽ. കാരണം എൻ്റെ കൂടെ ഉള്ള ഷുഹൈബ് എന്ന് പറയുന്ന ഫ്രണ്ട് ഒരു 7 അടി പൊക്കമുള്ള മതില് ആ ഓട്ടത്തിലെടുത്ത് ചാടുന്നു. ഞാൻ ചാടാൻ നോക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു ജിലേബി പൊരിക്കുന്ന എണ്ണയിലേക്കാണ് ചാടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരം ഓടിയിട്ട് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് നിൽക്കാൻ വെച്ചിട്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും എൻ്റെ ലിഗമെന്റ് പൊട്ടി വീണു. തെച്ചിക്കാവ് പെട്ടെന്ന് എത്തുന്നു. ഞാൻ ഈ ആനയുടെ കാലിൻ്റെ ഇടയിൽ വിടുന്നു. പക്ഷെ എനിക്ക് ഞാൻ ആ സമയത്ത് എൻ്റെ അന്നമോളെയാണ് ഞാൻ ഇടയിൽ പെട്ടു. പിന്നെ അള്ളാനെ വിളിച്ചു, പിന്നെ എൻ്റെ മോളേന്ന് ഞാൻ വിളിച്ചു പോയി ആ സമയം. പക്ഷെ ആനയുടെ ചവിട്ടൊന്നും കൊള്ളാതെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ എൻ്റെ കാലിന് 2 സർജറി ചെയ്യേണ്ടി വന്നു. 2 തവണ സർജറി നടന്നു. ഞാൻ അങ്ങനെ ഒരു ആനയുടെ ഇടയിൽ നിന്ന് അത് കഴിഞ്ഞ് 1 മാസം എങ്ങനെ കഴിയുമ്പോൾ തന്നെ തൊട്ടടുത്ത് ഇതേ ആന 2 ആളെ ചവിട്ടിക്കൊന്നു. ഒരു അസ്ത്രരേഖ ശാസ്ത്രജ്ഞൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കൈനോട്ടക്കാരൻ താങ്കളോട് പറഞ്ഞു 21 വയസ്സാകുമ്പോൾ താങ്കൾ പ്രശസ്തനാവും എന്ന് പറഞ്ഞിരുന്നു. അതെ, അത് 21ാമത്തെ വയസ്സിൽ തന്നെ പ്രശസ്തി. എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ പ്രണയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ആയി നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇരിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ താഴെ, ഒരു കട റൂമിന്റെ താഴെ ഇരിക്കുമ്പോഴാണ് ഇയാൾ വരുന്നത്. അപ്പൊ എൻ്റെ പോക്കറ്റിൽ ആകെ ഉള്ളത് 70 രൂപയാണ്. അപ്പൊ എന്നോട് ഒരു കൈ നോക്കിയ കുറെ ഫലങ്ങൾ പറയണ്ടേ, നിങ്ങൾക്ക് മെച്ചപ്പെടാണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല. അപ്പോൾ ഇയാൾ എന്നിട്ട് 1-2 കാര്യങ്ങൾ അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ കുറെ കാര്യങ്ങളുണ്ട് പറയാം. അപ്പം എന്നിട്ട് എന്നോട് പറയും എനിക്ക് ചായ കുടിക്കാൻ ഒരു 20 രൂപ തരാമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം എടുത്തു കൊടുത്തു. കാരണം ഇയാൾ കാര്യങ്ങളാണ് പറയണം. അപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. പിന്നീട് പറഞ്ഞു ഇനിയിപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഇവിടുന്ന് ആൾ വരാനുണ്ട്, അത് വന്ന് അങ്ങനെ നടക്കും. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളെ കല്യാണം പെട്ടെന്ന് കഴിയും, പക്ഷേ ആ കുട്ടിയെ കിട്ടൂല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു 21ാമത്തെ വയസ്സിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരാളായി മാറും, 24 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് ആരാധകരുള്ള ആളായിട്ട് മാറുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഞാൻ ആ 70 രൂപ ആൾക്ക് കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അറിയപ്പെടണമെങ്കിൽ ഞാൻ ആരെങ്കിലുമൊക്കെ കൊല്ലേണ്ടി വരും, ഞാനിത് ചിന്തിക്കുന്നേ ഇല്ല. എന്നോട് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ വാക്ക് എന്തെങ്കിലും സത്യമാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ കാണുമ്പോൾ എനിക്കൊരു ഷർട്ട് പീസ് തരുമെന്ന് ചോദിച്ചു. ഞാൻ തീർച്ചയായിട്ടും തരുന്നു. പക്ഷെ ഞാൻ പിന്നീട് അയാളെ കണ്ടിട്ടില്ല. അയാളും കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ അയാളെ മുഖം എന്റെ മനസ്സിലുണ്ട്. മുഖം മറന്നിട്ടില്ല. അപ്പൊ താങ്ക് യു. താങ്കൾ ഇനി അന്ന, നിങ്ങൾ ഇനി കുറേ സ്റ്റേജുകളിലൊക്കെ പോകില്ലേ? അന്നമോള് ഇപ്പൊ ഒരുപാട് സ്റ്റേജ് പോയിന്. ഞങ്ങൾ പെരുന്നാളിന്റെ പ്രോഗ്രാം ഒക്കെ ആയിട്ട് പുറത്ത് തന്നെയാണ്. ആണല്ലേ? അത് മാത്രല്ല, ഇപ്പൊ അന്നമോള് 11 വയസ്സായെങ്കിൽ കൂടി അന്നമോള് ഒരു 11 സെന്റ് ഭൂമിയൊക്കെ വാങ്ങി. ആണോ? ഈ പൈസയെന്നോ? 11 സെന്റ് ഭൂമിയുടെ ഉടമസ്ഥയാണോ ഇപ്പൊ? അതെ അതെ. ഇനാഗ്രേഷനും ഇതേപോലെ സ്റ്റേജ് ഒക്കെ കിട്ടുന്നുണ്ടോ മോക്ക്? അഥവാ എല്ലാ ആളുകളും അന്നമോളെയാണ് വിളിക്കുക. ഞാൻ അതിന്റെ കൂടെ പോകുന്ന ആളാണ്. താങ്കളുടെ ജോലി. അപ്പൊ എന്നോട് പറയാം നിങ്ങളും വേണം, പക്ഷെ മോള് വേണം. അപ്പൊ ഞാൻ സ്കൂളില്ലാത്ത ദിവസങ്ങളൊക്കെ നോക്കിയിട്ടാണ് ബുക്കിംഗ് തുടരുക. ബുക്കിംഗ് ഇങ്ങനെ തുടരുക. നല്ല കാര്യം. എന്നാലും ആ 11 സെന്റ് നമ്മൾക്കൊന്നും ഈ പ്രായത്തിൽ 11 സെന്റ് പോയിട്ട് ഒരു സെന്റിനകത്ത് കയറിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ മാജിക് ആണത്. ഓക്കെ, താങ്ക് യു.